അയ്യോ അയ്യോ എന്റെ അയ്യോ 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 സോറി എന്തെങ്കിലും പറ്റിയോ? എവിടെ നോക്കിയാടോ വണ്ടി ഓടിക്കുന്നേ? തനിക്കെന്താ കണ്ണു കണ്ടൂടെ? അയ്യോ ഞാൻ ഹെൽപ്പ് ചെയ്യാം. അത് ഞാൻ ഇപ്പം ധൃതിയിലായിരുന്നു. എന്തെങ്കിലും പറ്റിയോ? നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. ഹോസ്പിറ്റലിൽ പോണ്ട ഒന്നും പോണ്ട, താനൊന്ന് പോയി തന്നാ മതി. എന്തിനാ ഇങ്ങനെ വാശി കാണിക്കുന്നത്? വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം പ്ലീസ്. വേണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്. ശരി ഹോസ്പിറ്റലിൽ പോണ്ട. അല്ല വേറെ എവിടെ പോകണമെന്ന് പറ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ആണോ? ഇത്രയും ദൂരം തന്റെ കാറിൽ എന്ത് വിശ്വസിച്ച് ഞാൻ പോകും? കളിയാക്കിയതല്ലേ. ഇത്ര സുന്ദരിയായ ഒരു പെൺകുട്ടി കാറിലിരിക്കുമ്പോ എന്നെപ്പോലും ചെറുപ്പക്കാരൻ വലിയ ധൃതിയൊന്നും കാണിക്കില്ല. വാ. ഓ ആള് പൈങ്കിളിയാണല്ലോ. പൈങ്കിളിയൊന്നുമല്ല. ഈടോ ഇത്രയും വേദനയും കൊണ്ട് താൻ നടന്നു പോകുന്ന ഒട്ടും ശരിയല്ല. അത് മാത്രമല്ല ഈ ഒരു അവസ്ഥയിൽ തന്നെ ഒരു വിട്ടിട്ട് പോയാ രാത്രി എനിക്ക് സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റിയല്ല. അതുകൊണ്ടാ പ്ലീസ്. ഞാൻ കാരണം തന്റെ ഓർക്കൊന്നും പോണ്ട. വാ കുട്ടി. പതിയെ സൂക്ഷിച്ച്. സൂക്ഷിച്ച്. പതിയെ. ഓക്കെ. പോവാം. കരിനീലമിഴിയുള്ള പെണ്ണേ എന്റെ കരളിന്റെ ഉള്ളിലെ. ഇതിനിടയ്ക്ക് ചോദിക്കാൻ മറന്നു. ഇഫ് യു ഡോണ്ട് മൈൻഡ്, എന്താ ഇവിടെ പേര്? ഐ എം സ്വപ്ന. നിദ്രയിൽ ശ്യാമമാം മാനസത്താളിൽ നിറമാർന്ന നിമിഷങ്ങൾ നൽകുന്ന സ്വപ്നം. സ്വപ്ന. വാട്ട് എ നൈസ് നെയിം. പൈങ്കിളിക്കൊക്കെ ഒട്ടും കുറവില്ല അല്ലേ? എന്താ പൈങ്കിളിന്റെ പേരെന്താ? എന്റെ പേര് മനു. അല്ല പൈങ്കിളിയോ? കരിനീലമിഴിയുള്ള പെണ്ണേ എന്റെ കരളിന്റെ ഉള്ളിലെ പെണ്ണേ. ഓ ഇതല്ലേ വീട്. വേദന കുറവുണ്ടല്ലോ അല്ലേ? സൂക്ഷിച്ച്. താങ്ക്സ്. ഓക്കെ. ഞാൻ അകത്തേക്കാക്കണോ കാല്? നോ വേണ്ട, ഞാൻ പോയിക്കോളാം. സ്വപ്ന, ഇഫ് യു ഡോണ്ട് മൈൻഡ് തന്റെ നമ്പറും തരാമോ? അല്ല ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. ഓ ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ എന്നെ ബുദ്ധിമുട്ടിക്കാതിരുന്നാ കൊള്ളാം. നമ്പറൊന്ന് പറയാമോ? 9455614. ഓക്കെ താങ്ക് യു. എന്റെ കരളിന്റെ ഉള്ളിലെ പെണ്ണേ. പ്രശാന്ത സുന്ദര വീഥികളിൽ ഒരു ദേവതയായി നീ അരികിൽ വരൂ. പ്രശാന്ത സുന്ദര വീഥികളിൽ ഒരു ദേവതയായി നീ അരികിൽ വരൂ. തഴുകും നിൻ ചൊടികളെ ചുംബിക്കും അനുരാഗ വിവശനായി മാറ്റി എന്നെ നീ അനുരാഗ വിവശനായി മാറ്റി. കരിനീലമിഴിയുള്ള പെണ്ണേ എന്റെ കരളിന്റെ ഉള്ളിലെ പെണ്ണേ. കാണാൻ കൊതിപ്പു ഞാൻ നിന്നെ, എന്നും കാമിക്കുവാൻ ഞാൻ കൊതിപ്പോ. കരിനീലമിഴിയുള്ള പെണ്ണേ എന്റെ കരളിന്റെ ഉള്ളിലെ പെണ്ണേ. ചെറുക്ക് എന്തോന്ന് കാണിച്ചു പോയത്? ചെറുക്കനിത് എന്ത് പറ്റിയതാ? നീ കണ്ടില്ലേ അവൻ എന്നെ തള്ളി മറിച്ചേച്ചു പോയത്? കശുമാങ്ങ പിഴിഞ്ഞ് ചപ്പാണി ആക്കിയിട്ട്
അണ്ടിക്കാ മുറുമുറുപ്പെന്ന് പറഞ്ഞ പോലെ ആയി. ശങ്കരോ, ഉം. ഏതോ ഒരു പെങ്കൊച്ച് മനുമോന്റെ മനസ്സ് കീഴടക്കിയെന്നാ തോന്നുന്നത്. എനിക്കും സംശയമില്ലാതില്ല. എന്തായാലും കൃത്യസമയത്ത് ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ നിന്റെ ശരീരം ഇഞ്ച പരുവാക്കിയാന്. വാര്യലിന് വല്ലതും പറ്റൂടെ? ഒന്നും പറ്റിയില്ല. അവനെന്നെ പുഷ്പാഭിഷേകം ചെയ്യുകയല്ലായിരുന്നു. പെരുമ്പാമ്പ് ചുറ്റി കറക്കണ പോലെ അല്ലയോ അവനെന്നെ ചുറ്റി മുറുക്കിയത്. ഓ, എന്റെ വടിയങ്കാവിൽ അപ്പൂപ്പ, ആ ഈ കണക്കിന് അവൻ കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണിന്റെ കാര്യം സ്വാഹ. അവന്റെ ജീവിതത്തിന്റെ പാടും ചൂടും ഒന്നും ഇന്ന് വരെ അവൻ അറിഞ്ഞിട്ടില്ല. ഇന്ന് അവനെല്ലാം ഒരു കുട്ടിക്കളി പോലെ. അന്നത്തെ കാർപകടത്തിൽ മോന്റെ അമ്മ അപ്പത്തന്നെ മരിച്ചു. ആശുപത്രിയിൽ മരണത്തോട് മല്ലടിച്ച് കിടന്ന അവന്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് കുട്ടിയായിരുന്ന മനുവിനെ എന്നെയായി ഏൽപ്പിച്ചത്. ധനമോഹികളായ ബന്ധുക്കളെ ആരെയും അദ്ദേഹത്തിന് വിശ്വാസമില്ലായിരുന്നു. പരസ്പര സ്നേഹം, വിശ്വാസം എന്നൊക്കെ പറയുന്നതേ ഇന്നില്ല. ഉം. ഈ കൃത്യമായിട്ട് ജീവിക്കുന്നവർക്ക് ഒരു വിലയും ഇല്ലടാ ശങ്കര. ഒന്നിനും കുറവ് വരുത്താതെ അവനെ ഞാൻ നല്ല വിദ്യാഭ്യാസം ചെയ്യിച്ചു. അവനെ ഞാൻ ഈ നിലയിലെത്തിച്ചു. ഇന്നെന്റെ മകനും കൂട്ടുകാരനും ബന്ധുവും ഒക്കെ അവനാടാ മാധവ. അതുകൊണ്ടാ ഒരു നിമിഷം പോലും അവനെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് കഴിയില്ലടാ. ശങ്കര, നിനക്ക് വയസ്സായി വരുവാണ്. അവനെ കൊണ്ടൊരു കല്യാണം കഴിപ്പിക്ക്. മാധവ, കല്യാണം പറഞ്ഞു പറഞ്ഞ് ഞാൻ മടുത്തു. പ്രായത്തിന്റെ ഒരു പക്വതയൊന്നും ഇതുവരെ അവനായിട്ടില്ല. നിർബന്ധിച്ച് പറഞ്ഞു നോക്ക്, നടക്കും. നോക്കാം. സംസാരിച്ച് സമയം പോയതറിഞ്ഞില്ല. ഒരു ഡോക്ടറെ ഒന്ന് കാണണം. അസുഖമില്ലാത്ത നീ എന്തിനടേ ഡോക്ടറെ കാണുന്നേ? എനിക്ക് ഇന്നലെ മുതൽ വയറിനൊരു വല്ലായിക, നടുവിനൊരു പിടുത്തം, കണ്ണിനൊരു തുടുപ്പ്, മനസ്സിനൊരു മടുപ്പ്. ഇനി അധിക നേരം നിന്നാലേ നിന്റെ മൂട്ടിനൊരു അടപ്പിടേണ്ടി വരും. വേഗം പൊയ്ക്കോ. നിന്റെ അടപ്പ് എറിക്കാതെ നോക്കടാ. ചങ്ക് വരെയാ. പോടാ. നാളെ ആ, ശരി, വരണം. ആ ദിവസവും ചായ ഉണ്ടാക്കി കൊടുക്കണം പോലും. ചായ. ചായ വന്നോ? ചായ എങ്ങനെയുണ്ട്? എന്തൊരു കൂടെ ചായ കളവാ ഇത്. ഇത്രയും നാളായിട്ടൊരു ചായ ഉണ്ടാക്കാം പഠിച്ചില്ല പന്നക്കളവൻ. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്നും വെച്ചു വിളമ്പി തരാനും നിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും എന്നും ഞാനുണ്ടായെന്ന് വരില്ല. വേണ്ട, ഇവിടെ നല്ല ചായക്കടയും ഹോട്ടലൊക്കെ ഉണ്ടല്ലോ, ഞാൻ അവിടെ നിന്ന് കുടിച്ചോളാം. ദേ, ഒറ്റ അടിയാൻ വെച്ച് തരും. മോനെ, നിന്റെ അച്ഛനും അമ്മയും പോയ ശേഷം നീ എങ്ങനെ ആവണമെന്ന് അവരെ ആഗ്രഹിച്ചിരുന്നോ അതുപോലെ നിന്നെ ഞാൻ വളർത്തിയത്. അതുകൊണ്ട് എൻ്റെ പൊന്നുമോൻ ഞാൻ പറയുന്നത് അനുസരിക്കണം. അനുസരിക്കണമല്ലോ. അതുകൊണ്ടല്ലേ ശങ്കരമാമ ഞാൻ എൻ്റെ അച്ഛനെ പോലെ കാണുന്നു. വയ്യടാ, എനിക്ക് വയസ്സായി. എൻ്റെ കണ്ണടയുന്നതിന് മുമ്പ് മോനൊരു കല്യാണം കഴിച്ചു. മോൻ്റെ കുട്ടികളെ ഈ മുറ്റത്തൂടെ നടക്കുന്നത് എനിക്ക് കാണണം. ഓ, അപ്പൊ കുട്ടികളെ കണ്ടിട്ടേ അങ്ങ് പോകൂ അല്ലേ? ശരി, എങ്കിലേ നമുക്കൊരു നേഴ്സറി സ്കൂൾ അങ്ങ് തുടങ്ങിയാലോ? വിവാഹം, കുടുംബജീവിതം എന്നൊക്കെ പറയുന്നത് അത്ര നിസ്സാരമല്ല. എന്റെ ശങ്കരമാമയോടല്ലാതെ വേറെ ആരോടാ ഞാൻ തമാശ പറയാ? കഴിഞ്ഞുപോയ ഒരു നിമിഷം പോലും തിരിച്ചു കിട്ടുന്നതല്ല. ഞാൻ പറയാനുള്ള പറഞ്ഞു. ഇനി നീ തീരുമാനിക്കോ. അങ്ങനെ പോലെ പിണങ്ങല്ലേ? ശരി, എന്റെ കൂട്ടന്റെ ഈ സങ്കടത്തിന് ഞാനിന്നൊരു പരിഹാരം കാണും. കണ്ടാ നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ കൊള്ളാം. ഈ ചായയും കൊള്ളാം, ശരിക്കും കൊള്ളാം. കളവാ ഒന്നും പറയേണ്ടതേ.
ഹായ് സ്വപ്ന. ഹായ്, താനിപ്പോൾ എവിടെയാടോ? ഞാനിപ്പോ ഓഫീസിലാ. ആ എടോ, വൈകുന്നേരം താൻ ഫ്രീ ആണോ? ഞാൻ ഫ്രീയാ. ആ എങ്കിലേ വൈകുന്നേരം താൻ ആ ബീച്ച് കഫേയിൽ ഒന്ന് വരാവോ? എന്താ കാര്യം? താൻ വാ, വന്നിട്ട് പറയാം. ആ ശരി, ഓക്കെ. അപ്പോൾ ഓക്കെ. എന്തിനാ നമ്മൾ കാണുമെന്ന് പറഞ്ഞേ? വന്നിട്ട് കുറെ നേരമായല്ലോ, ഇതുവരെ ഒന്നും പറഞ്ഞില്ല. പ്രത്യേകിച്ച് ഒരു അടുക്കും ചിട്ടയൊന്നും ഇല്ലാത്തൊരു ജീവിതമായിരുന്നു എൻ്റേത്. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് എൻ്റെ മനസ്സ് അസ്വസ്ഥ. സത്യം പറഞ്ഞാൽ തന്നെ കണ്ടെന്നുണ്ട്. സത്യത്തിൽ ജീവിതത്തിന് ഒരു അർത്ഥതലം വേണമെന്നൊക്കെ ഞാനിപ്പോൾ ആശിച്ചു പോവാ. അതിന് സ്വപ്നയ്ക്ക് മാത്രമേ എന്നെ സഹായിക്കാൻ കഴിയൂ. മനോത് എന്തൊക്കെയാ പറയുന്നേ? ഓക്കെ, ഇനി അധികം ഡയലോഗൊന്നും പറഞ്ഞ് തന്നെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. സ്വപ്ന എൻ്റെ സ്വന്തമാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഐ ലൈക്ക് ടു മാരി യു. മനോന് എന്നെ കുറിച്ച് എന്തറിയാം? ഐ എം മാരീഡ്. സോറി മനു, എക്സ്ട്രീംലി സോറി. നല്ല ഫ്രണ്ട്ഷിപ്പിന് ഇങ്ങനെ ഒരു അർത്ഥം കൂടി ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. സ്വപ്ന, ഞാൻ സോറി, അതൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാനൊട്ടറിയാൻ ശ്രമിച്ചതുമില്ല. ആദ്യ കാഴ്ചയിൽ തന്നെ എൻ്റെ മനസ്സിൽ കയറി കൂടിയ സ്വപ്നയെ സ്വന്തമാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. മറ്റൊന്നും ഞാൻ അറിഞ്ഞില്ല. അറിയണം മനു, എല്ലാം അറിയണം. മാതാപിതാക്കൾ ആരെന്നറിയാതെ അനാഥ മന്ദിരത്തിൽ വളർന്ന ഒരു അനാഥയാണ് ഞാൻ. നന്നായി പഠിച്ച് കമ്പ്യൂട്ടർ മാസ്റ്റർ ഡിഗ്രി എടുത്തതാ. വിദേശത്ത് പോയി ഉന്നത പദവിയിലുള്ള ജോലി നേടി തിരികെ നാട്ടിൽ വന്ന് നല്ലൊരു വീട് വാങ്ങി. നാട്ടിലും നല്ലൊരു ജോലി കിട്ടി. ആ സമയത്താ നന്ദനുമായിട്ടുള്ള വിവാഹം നടന്നത്. തുടക്കത്തിൽ വളരെ സന്തോഷപൂർണമായിരുന്നു. പക്ഷെ പിന്നീട് ബൈ ബൈ. ബൈ. ഹലോ, എവിടെ? വെറുതെ വാന്നേ, നോ പ്രോബ്ലം. ഒന്നിങ്ങോട്ട് വാന്നേ, വെറുതെ പ്രോബ്ലം ഒന്നുമില്ല. എന്തിനാ എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ? അത് വിശപ്പിന് വിഭവങ്ങൾ മതിയാവോളം ഉണ്ടെന്നാലും വിശിഷ്ട ഭോജ്യങ്ങൾ കാണുമ്പോൾ കൊതിയാവും. ഇത് ആരെഴുതിയാന്നറിയോ? ആരെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ. ആരെഴുതിയാലും നന്ദേട്ടന്റെ വിവാഹത്തിന് മുമ്പ് എല്ലാ ആഗ്രഹത്തിനും ഞാൻ വഴങ്ങിയിട്ടില്ലേ? അതെല്ലാം നീ എനിക്ക് പകർന്നു നൽകിയ മധുര നിമിഷങ്ങളാണ്. അത് എനിക്ക് നിന്നെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ഇഷ്ടമാണോ? വേണ്ട നന്ദേട്ടാ, നന്ദേട്ടനെ മാത്രം സ്നേഹിക്കുന്ന ഉദ്യോഗസ്ഥയും സുന്ദരിയുമായൊരു ഭാര്യയുണ്ട്. ഇത് അവരോട് കാണിക്കുന്ന വഞ്ചനയാ. ഇതൊക്കെയാണോ ഒരു വഞ്ചന? നീ പേടിക്കണം. അവൾ വരുന്നതിന് മുമ്പ് നീ തിരിച്ചു പോവാം. വേണ്ട, ഇത് നമ്മുടെ അവസാനത്തെ കൂടിക്കാഴ്ചയാ. അനിത് എന്തുവരും ഒരു കൊച്ചുകുട്ടികളെ പോലെ. ദേ, ഇതുപോലൊരു സന്ദർഭം ഒത്തു കിട്ടാൻ ഞാൻ എത്ര നാളായിട്ട് കാത്തിരിക്കുന്നറിയോ? നിന്നെ ഞാൻ ഒരിക്കലും സങ്കടപ്പെടുത്തില്ല. വേണ്ട, എനിക്കിത് പറ്റില്ല. അനിത ഞാൻ പറയുന്നത് കേൾക്ക്. ഇവിടെ വാടി.
എന്താ സ്വപ്നേ പതിവില്ലാതെന്ന് നേരത്തെ? പതിവ് തെറ്റിക്കുമ്പോൾ ഓർത്തോളണം, പതിവിലില്ലാത്ത എന്തെങ്കിലും കാരണങ്ങളുണ്ടാവും. ആ മനസ്സിലായി. നേരത്തെ ഒരു പെൺകുട്ടി വീട്ടിലേക്ക് കയറി പോകുന്ന കണ്ടു. അത് സ്വപ്നയുടെ ബന്ധുവായിരിക്കും അല്ലേ? ആ ശരിയാണല്ലോ, അവള് വരുമെന്ന് പറഞ്ഞിരുന്നു. എന്നാ ചെല്ല്, കാത്തിരിക്കായിരിക്കും. ആ ഓക്കെ ഗീതേ. ശരി ശരി. ആഹാ, നീ ഇവിടെ വിശ്രമിക്കുമായിരുന്നോ? നീ ഇവിടെ വന്നോന്ന് അപ്പുറത്ത് ഗീത പറഞ്ഞു. അല്ല അല്ല അതിപ്പം നിങ്ങൾ നേരത്തെ പരിചയമുണ്ടോ? പിന്നെ വി ആർ ഫാമിലി മെമ്പേഴ്സ്. ഇവള് വരുമെന്ന് എന്നോട് വിളിച്ചു പറഞ്ഞിരുന്നു. അല്ല അതുകൊണ്ടാണോ ഓഫീസിൽ നേരത്തെ വന്നേ? അതുകൊണ്ട് ആഗ്രഹിച്ച കാര്യത്തിന് തടസ്സമൊന്നും ഉണ്ടായില്ലല്ലോ. അയ്യേ, ഈ നന്ദേട്ടന് നാണമില്ലേ? പോയി ഷർട്ടിട്ടെ. നീ വന്നിരിക്കേ. വേണ്ട, ഞാൻ ഇറങ്ങുവാ. ഇരിക്കടി പെണ്ണെ, നോ ഫോർമാലിറ്റീസ്. നീ എന്താ അന്യരെ പോലെ? വീട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം? ആ നന്ദേട്ടനും ഇരിക്കേ. എന്തൊക്കെയുണ്ട് വിശേഷം? ഒന്നുമില്ല, ഞാൻ പൊയ്ക്കോട്ടെ. പോകാതിരിക്കാൻ പറ്റില്ല അല്ലേ നന്ദേട്ടാ? അതെ. എന്റെ ബന്ധു എന്റെ വീട്ടിൽ വന്നിട്ട് ഒരു ഗ്ലാസ് ചായയെങ്കിലും നന്ദേട്ടൻ കൊടുത്തോ? അല്ല അതുകൊണ്ട് അനിത ചായയും കോഫിയൊന്നും കുടിക്കത്തില്ല എന്ന് പറഞ്ഞു. ഓ ദാറ്റ്സ് എ റീസൺ. ഐ എം സോറി. പ്ലീസ് ഞാൻ പൊയ്ക്കോട്ടെ. അത്രയ്ക്ക് തിരക്കാണെങ്കിൽ പൊക്കോട്ടെ അല്ലേ നന്ദേട്ടാ? അനീത, 1 minute. എന്റെ ബന്ധുവിനെ എങ്ങനെയാ വെറും കൈയോടെ പറഞ്ഞേക്കുക? ഇത് പിടിക്ക്, 1000 രൂപയുണ്ട്. ദിസ് ഈസ് ഓൺലി ഫോർ മൈ ഹാപ്പിനെസ്. ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. വേണ്ട, എന്നെ പോകാൻ അനുവദിച്ചാൽ മതി. അനിത നീ പൊയ്ക്കോ. ബിഫോർ ദാറ്റ് ഞാൻ സ്നേഹത്തോടെ തരുന്ന കാശ് നീ വാങ്ങണം. അല്ലെങ്കിൽ വേണ്ട. നന്ദേട്ടാ, ഈ കാശ് അനിതയ്ക്ക് കൊടുക്ക. നന്ദേട്ടാ, വാങ്ങടി. അത് വാങ്ങാനല്ലേ പറഞ്ഞേ? എത്രയാടി നിന്റെ റേറ്റ്? എത്രയായാലും ഐ ആം റെഡി ടു ഗിവ് യു. സ്വപ്ന എന്താ ഇങ്ങനെ? നോ വേണ്ട നന്ദേട്ടാ, ഡോണ്ട് ഇന്റർഫിയർ. ഇത് ഞാനും എന്റെ ബന്ധുവായിട്ടുള്ളതാ. ഇനിയെങ്കിലും ഞാനൊന്ന് പൊയ്ക്കോട്ടെ. അയ്യേ, ഷേം ഷേം. ഡോണ്ട് വറി. വൈ ആർ യു ക്രൈയിങ്? കാറിയല്ലേ? നന്ദേട്ടൻ കാറിക്കൊണ്ടാക്കും. ഞാൻ പൊയ്ക്കോളാം. അപ്പോ ഇയാള് സന്തോഷമായിട്ട് പൊയ്ക്കോ. ബി ഹാപ്പി ഓൾവേസ്. ആ ഓക്കെ. ഒരു പാവ സ്ത്രീ അല്ലേ? തൊട്ടു പോകരുത് തന്നെ. ഈ മുഖം എനിക്കിനി കാണണ്ട. ഈ ശബ്ദം എനിക്കിനി കേൾക്കണ്ട. സ്വപ്ന, ഐ ബെഗ് യു പ്ലീസ്, ഒരു ചാൻസ് കൂടെ എനിക്ക് തന്നൂടെ? സ്റ്റോപ്പ് യുവർ നോൺസെൻസ്. ഒരു ഹസ്ബൻഡിനെ കിട്ടാവുന്ന എല്ലാ കൺസിഡറേഷനും നിങ്ങൾ എനിക്ക് തന്നു അല്ലേ? ദാറ്റ്സ് ടു മച്ച്. തൃപ്തിയായി എനിക്ക്. സ്വപ്ന പ്ലീസ്, ഞാൻ പറയുന്നു ഒന്ന് കേക്ക് പ്ലീസ്. ഷട്ട് അപ്പ് ആൻഡ് ഗെറ്റ് ലോസ്റ്റ്. ആ സംഭവത്തിന് ശേഷം ആ വിവാഹബന്ധം ഞാൻ വേർപെടുത്തി. എന്റെ സുഖവും എന്റെ ദുഃഖവും എന്നിലൊതുക്കി ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങി. സ്വപ്നെ, ഒരു സ്ത്രീയുടെ ജീവിതം പൂർണ്ണമാവണമെങ്കിൽ ആത്മാർത്ഥതയുള്ള ഒരു പുരുഷന്റെ സാമീപ്യം ആവശ്യമാണ്.
ആയിരിക്കാം. പക്ഷേ എന്റെ വിവാഹ ജീവിതം തുടക്കത്തിൽ തന്നെ എന്റെ മനസ്സിനെ തളർത്തി. ഓക്കെ, ഒരിക്കലും തളരരുത്. ഈ സമൂഹത്തിലെ അന്തസ്സായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കണം. പക്ഷേ അന്നു മുതൽ എന്റെ മനസ്സിന് ഇഷ്ടപ്പെടാത്ത ഒരു ചെറിയ കാര്യം പോലും പിന്നെ എന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിയില്ല. നിസ്സാര കാര്യങ്ങൾക്ക് പോലും എനിക്ക് സംശയം ഉണ്ടാവും. എന്തിനാ സ്വപ്നെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? സ്വപ്ന നല്ലൊരു മനസ്സിനുടമയാ. അതുകൊണ്ടല്ലേ എല്ലാം എന്നോട് തുറന്നു പറഞ്ഞത്. എനിക്കൊരു ലക്ഷ്യമേ ഉള്ളൂ, മരിക്കുന്നത് വരെ ഹാപ്പി ആയിട്ട് ജീവിക്കണം. എങ്കിൽ കഴിഞ്ഞതെല്ലാം മറന്നുകൊണ്ട് നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങാം. വാട്ട്സ് യുവർ ഒപ്പീനിയൻ? എന്റെ ലൈഫ് വ്യക്തമായി അറിഞ്ഞിട്ടും എനിക്കൊരു ജീവിതം തരാൻ തയ്യാറായ മനുവിന്റെ വലിയ മനസ്സിനെ എനിക്ക് ഏറെ ഇഷ്ടമായി. പക്ഷെ മനു, പ്ലീസ്. ഒരു പ്ലീസും ഇല്ല, ആഘോഷങ്ങളോ ആഡംബരങ്ങളോ ഒന്നുമില്ലാതെ ഒരു രജിസ്റ്റർ മാരേജ്, അതാ ഞാൻ ആഗ്രഹിക്കുന്നത്. ഓഹോ, അതുവരെ കാര്യങ്ങൾ എത്തിയോ? പക്ഷെ മനു പ്ലീസ്, എനിക്ക് ഒന്നുകൂടെ ആലോചിക്കണം. എനിക്കിനി ഒന്നും ആലോചിക്കാനില്ല. എന്റെ തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ല. ഓക്കെ. മാമാ, ശങ്കര മാമാ, മാമാ, എന്താ ഇത്? നിനക്ക് എന്ത് പറ്റി? എടാ, നിനക്ക് എന്തു പറ്റി? പറയാം, കേക്കാൻ ഇത്തിരി സുഖമുള്ള കാര്യമാ. എടാ ചെറുക്ക, നിനക്കിത് എന്ത് പറ്റി? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. പറയാം, എല്ലാം വഴിയേ മനസ്സിലാവും. എന്റെ പൊന്നു മക്കളെ, എന്നെ ടെൻഷൻ അടുപ്പിക്കാതെ കാര്യം ഒന്ന് പറടാ. മാമാ, എന്റെ വിവാഹം ഓക്കെ. മാമൻ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് എന്റെ കല്യാണം നടത്തി തരണം. എന്ത് കല്യാണോ? മോനെ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. കല്യാണം എന്ന് പറഞ്ഞാലേ അതിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. മുന്നൊരുക്കങ്ങളും വേണം. വേണമല്ലോ. എനിക്ക് ശങ്കരമാമനും മാമനും ഞാനും. നമ്മൾ തീരുമാനിക്കുന്നതല്ലേ മുന്നൊരുക്കം. പിന്നെ കുറച്ച് സുഹൃത്തുക്കള്, അവരെ ഇന്ന് രാത്രി തന്നെ വിളിച്ചു പറയാം. മോനെ, പെണ്ണ് എവിടെ നിന്നാടാ? പെണ്ണ് കുറച്ചകലെ ഒരു അനാഥ പെൺകുട്ടിയാ. മാമനല്ലായിരുന്നോ നിർബന്ധം ഞാൻ ഇത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണമെന്ന്? അതുകൊണ്ടാ ഞാൻ ഇത്ര പെട്ടെന്ന് തീരുമാനം എടുത്തത്. കേട്ടല്ലോ? മതി, മതി. നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലോടാ, തോൽപ്പിച്ചു കളഞ്ഞല്ലോടാ കൊച്ചു കള്ള. മോനെ, എന്തു പറ്റിയടാ നിനക്ക്? ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ നീ. വിവാഹം കഴിഞ്ഞ് 2ാമത്തെ ദിവസം മുതൽ നിനക്ക് എന്തോ മാറ്റം സംഭവിച്ചതുപോലെ എനിക്ക് തോന്നുന്നത്. മോന്റെ സന്തോഷമൊക്കെ എവിടെ പോയടാ? എന്താണ് ജീവിതം എന്നൊക്കെ ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അതിന് മാത്രം ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഒന്നും പ്രതികരിക്കാത്തത് അപമാനഭാരം കൊണ്ടാണ്. ഒരു തെറ്റും ചെയ്യാതെ ജയിലിലിട്ട് ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെടുന്ന ഒരു പ്രതിയെ പോലെ ബെഡ്റൂമിൽ രാത്രി കഴിയുന്നത്. മോനെ, നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? നിന്റെ മനസ്സിൽ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ഈ ശങ്കരമാമനോട് പറയടാ. മാമനെ കൂടി എന്തിനാ വിഷമിപ്പിക്കുന്നത് കരുതിയാ ഞാനൊന്നും പറയാറുന്നത്. മോനെ, നിന്റെ ഈ വാടി മുഖം കാണാൻ എനിക്ക് കഴിയില്ല. പറ, എന്തുണ്ടെങ്കിലും പറ മോനെ. പറയാം മാമ, ഞാനെല്ലാം പറയാം. അത് വിവാഹം കഴിഞ്ഞ അന്ന് രാത്രി അതെ, നമ്മൾ ആദ്യമായിട്ട് കണ്ടത് ഓർമ്മയുണ്ടോ? അന്ന് അമ്പലത്തിൽ വെച്ചേ ഞാൻ കരുതിയതേയല്ല ഇതുപോലെ നിന്നെ മാറോട് ചേർത്തിരിക്കുവാന്ന്.
ഓഹോ, ഉം. ഇനിയെങ്കിലും ഈ പൈങ്കിളി സാഹിത്യം നിർത്തിക്കൂടെ? അതെ, നീ എന്നെ അങ്ങനെ കൂടുതലും കളിയാക്കൊന്നും വേണ്ട. എൻ്റെ ഈ പൈങ്കിളി സാഹിത്യത്തിനെ പണ്ട് കോളേജിൽ ഭയങ്കര ഡിമാൻഡായിരുന്നു. ഉം. ഉം. നീ എന്നെ അങ്ങനെ ഒരുപാട് കളിയാക്കണ്ട. ഉം. നിന്നെ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ദേ കണ്ടോ, ഇത് ഞാൻ കോളേജിൽ വിന്നറായപ്പോൾ എടുത്ത ഫോട്ടോയാ. പിന്നെ ആ, ഇത് കഴിഞ്ഞ തവണ ഞാൻ കവിയരങ്ങിൽ കവിത പാടിപ്പെടുത്ത ഫോട്ടോയാ. ആ, ഒരുപാട് ആരാധകരുണ്ടല്ലോ. പിന്നെ നോക്കട്ടെ. നോക്കിക്കോ, നീ എന്നെ പറ്റി എന്തുവാ വിചാരിച്ചേ? ഇത് സിമിയല്ലേ? ആ, സിമിയ, നിങ്ങൾ പരിചയമുണ്ടോ? പിന്നെ ആഹാ. അവൾ എന്റെ വീടിന്റെ അടുക്കല്ലേ താമസം. ആ, ഉം. അവളെൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും. ആള് നല്ല സ്മാർട്ടാ. ഉം. പിന്നെ അവൾ ഇടയ്ക്കിടയ്ക്കൂടെ വരുമായിരുന്നു. ഉഹും. അവളിവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടോ? പിന്നെ അവള് വന്നാ ഭയങ്കര ജോളിയാ. പാട്ടും ഡാൻസും കുക്കിങ്ങും അടിപൊളിയാ. അപ്പൊ ശങ്കരമാവ ഇവിടെ കാണത്തില്ലേ? ആ, ചിലപ്പോ ഒക്കെ വരും. ചില ദിവസം പുള്ളിക്ക് തിരക്കാന്ന് പറഞ്ഞ പുള്ളി ആ വഴി അങ്ങ് പോകും. അല്ലേ എവിടെ കാണും. ചതിക്കായിരുന്നല്ലേ എന്നെ? ആണുങ്ങൾ എല്ലാരും ഇങ്ങനെ തന്നെയാ. ചതിക്കായിരുന്നല്ലേ? എന്നെ ചതിച്ചല്ലേ? എന്തുവാണ് ഈ പറയുന്നത്? ഞാൻ നിന്നെ ചതിക്കാനോ? ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ, ആണുങ്ങളെ എല്ലാ സ്വഭാവം ഇങ്ങനെ തന്നെയാ. ഞാൻ വീണ്ടും ചതിക്കപ്പെട്ടു. ഇത്രയൊക്കെ ആയിട്ടും മോനെന്താ പ്രതികരിക്കാതിരുന്നത്? എങ്ങനെ പ്രതികരിക്കാനാ മാമ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അപ്പം കയ്യിലെ ഞരമ്പ് മുറിക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ കെട്ടിത്തൂങ്ങാൻ ശ്രമിക്കും. അവള് പറയുന്നതാണ് ശരി. എന്തും ഏതും സംശയദൃഷ്ടിയോടെ മാത്രമേ നോക്കൂ. എല്ലാം ശരിയാവാൻ ഞാൻ ഇത്ര നാളും കാത്തിരിക്കുകയായിരുന്നു. ഇതെന്തൊരു പരീക്ഷണമാണ് ഈശ്വര. അവളെ ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല. അവളെല്ലാ കാര്യങ്ങളും കല്യാണത്തിന് മുമ്പ് എന്നോട് തുറന്നു പറഞ്ഞതാ. എന്നിട്ടും ഞാൻ അവളെ വാശി പിടിച്ച് സ്വന്തമാക്കി. അതിപ്പോ ഇത്ര ഭീകരാവുന്നൊന്നും ഞാൻ കരുതിയില്ല. ആ, മനുവേട്ടാ, ഞാൻ ഇറങ്ങുവാ. ഉം. സമയത്തിന് എന്തെങ്കിലും കഴിക്കണേ. കൃത്യം 9:30 ഓഫീസിലെത്തണം. ഓ. ശങ്കരമാമ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. രണ്ടുപേരും മറക്കാതെ കഴിക്കണം. ആ, ആ. അല്ല, ചായ ഒന്നേ ഉള്ളോ? ശങ്കരമാമ ഇവിടെ ഇരിക്കെ, ഞാൻ ചായ ഇപ്പൊ കൊണ്ടുവരാവേ. ആ, മതി മോളെ. മോനെ, രാവിലെ എഴുന്നേറ്റ് എല്ലാം ഒരുക്കി വെച്ചു. എന്ത് സന്തോഷമായിട്ടാണ് അവൾ ഓഫീസിലേക്ക് പോയത് നോക്ക്. മോനെ, സ്വപ്നയെ നമുക്കൊരു നല്ല ഡോക്ടറെ കാണിച്ചാലോ? നമുക്കൊരു മാനസികാരോഗ്യത്തിനെ കാണാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ഭ്രാന്തിയാണ്, എനിക്ക് മുഴു ഭ്രാന്താണെന്നും വിളിച്ചു പറഞ്ഞുകൊണ്ട് അവളിവിടെ നടത്തിയ അട്ടഹാസം ബഹളമൊന്നും എനിക്ക് സഹിക്കാൻ കഴിയില്ലായിരുന്നു. ഓ, ഇതെന്തൊരു ദുർവിധിയാണ് ഈശ്വര. മോനെ, എത്ര നാളിങ്ങനെ ജീവിക്കോടാ? മോനെ, അടുക്കളയിരുന്ന മാമ വാ. പെട്ടെന്ന് പോ. മോളെ, എന്താണെന്ന് അറിയില്ലല്ലോ. മോളെ, നോക്ക്. എന്താ മോളെ, എന്താ പറ്റിയ? തെറ്റ് വീണതാ. വാ, എണീക്ക്. മുട്ടിടിച്ചെന്നാ തോന്നേ. സൂക്ഷിച്ച് വാ, അങ്ങോട്ട് എടുത്താ. മോളെ, കുഴപ്പമൊന്നുമില്ല മോളെ. സൂക്ഷിച്ച്. പതുക്കെ. അവൻ വീണ്ടും എന്നെ ചതിക്കുകയാണോ? അയ്യോ, എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. ഒന്നുമില്ല മോളെ, ഞാൻ എടുക്കാം. സാരമില്ലെന്നേ. അങ്ങോട്ട്. അയ്യോ, സൂക്ഷിച്ച്. നല്ല വേദനയുണ്ട്. എവിടെ? ഓ,
നന്നായിട്ട് ചതഞ്ഞിട്ടുണ്ട്. ശ്ശോ. അതൊക്കെ അയ്യോടാ മാമ ആ മരുന്ന് ചേർത്തല്ലോ. ഒന്നുമില്ല കേട്ടോ. ഇതാ മോനെ ഇട്ടു കൊടുക്ക. കല കാണിക്കോളെ. സാരമില്ലെന്നേ. നല്ല വേദനയുണ്ട്. ഏയ് പേടിക്കണം. ഒന്നുമില്ല കേട്ടോ. ഇപ്പം ഒന്നുമില്ല കേട്ടോ. മാറി ഇപ്പം മാറി. ഒന്നുമില്ല കേട്ടോ. ഇപ്പം എങ്ങനെയുണ്ട് മോളെ? ഒന്നുമില്ല. കാലനക്കല്ലേ? ഇപ്പം മാറി. സുഖിപ്പിച്ചോ നന്നായിട്ട് സുഖിപ്പിച്ചോ. സ്വപ്ന നീ കരുതുന്ന പോലെ അവിടെ സംഭവിച്ചിട്ടില്ല. ഒന്നും സംഭവിച്ചിട്ടില്ലായിരിക്കും. എന്നാ ഒന്നും സംഭവിക്കാൻ പാടില്ലെന്നില്ലല്ലോ. നീ കരുതുന്ന പോലെ ഒന്നും വേണ്ട. എന്റെ ജീവിതം ഇതുവരെ പഠിപ്പിച്ച പാഠങ്ങളാണ് ഇതൊക്കെ. ശങ്കരമാമ എന്താ മോളെ? ദാ വരുന്നു. ഞാൻ കൊച്ചിന് വെള്ളം എടുക്കാൻ പോയതല്ലേ. ഇവിടെ ഇപ്പൊ തന്നെ ഇവിടുന്ന് എടുത്തോണ്ട് പോവോ? മണിക്കുട്ടി ഇപ്പൊ തന്നെ ഇവിടുന്ന് എടുത്തോണ്ട് പോവാ. മോളെ വാ മോളെ. വാ. പതുക്കെ. വാ മോളെ. നിങ്ങളെ പോലെ ഒരു ചീറ്റനോട് എനിക്ക് ജീവിക്കാൻ ഇഷ്ടമല്ല. നിങ്ങൾ ചതിച്ചു കളഞ്ഞു. I don't like you. I don't want to see you. I don't want to hear you. സ്വപ്ന ഞാനൊന്ന് പറയട്ടെ. No, വേണ്ട. Leave me alone. ഞാൻ ഇവിടുന്ന് പോകുന്നു. സ്വപ്ന മോനെ സ്വപ്നതെ കാറെടുത്ത് വേഗത്തിൽ ഓടിച്ചു പോയി. ഒന്നും മിണ്ടാനൊന്നും കഴിഞ്ഞില്ല. എന്തോ വേഗം പോവനെ. എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. അത് വേഗതയിൽ ഓടിച്ചു പോയി.